അപ്പൊ ഈ ഇപ്പം പടം ഇറങ്ങി അന്ന് മുതല് ചേട്ടന്റെ വീഡിയോകളും ഫോട്ടോകളൊക്കെ വരുന്നുണ്ടായി. അപ്പം സുരേഷ് ചേട്ടന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാര് സെയിം താടി. അല്ല, ഇത് ഞാൻ വെച്ചിട്ട് 8 വർഷമായി. സുരേഷ് ഗോപിയാണ് ഇത് മോഷ്ടിച്ചത്. ഈ ഡ്രസ്സിന്റെ പാറ്റേണും മോഷ്ടിച്ച സുരേഷ് ഗോപി തന്നെ. ഞാനത് 95 മുതൽ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്. 31 വർഷമായി. പിന്നെ എന്റെ സുഹൃത്താണ്, എന്റെ ബന്ധുവാണ്, എല്ലാം. എപ്പോഴെങ്കിലും സുരേഷ് ചേട്ടനോട് ഈ ലുക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? എന്റെ വാട്സാപ്പിൽ എപ്പോഴും ഉള്ളത്. അല്ല, നമ്മുടെ സെയിം ലുക്ക് ആണെന്നുള്ള അങ്ങനെ എന്തേലും? കുടുംബക്കാർക്ക് ഒരു ചായ വരുന്നതിൽ തെറ്റ് പറയാൻ പറ്റും? ഇല്ല. മനസ്സിലായില്ലേ? എല്ലാരും ഈ എപ്പോഴും ഇങ്ങനത്തെ ഒരു ടൈപ്പ് വരുമ്പോഴേ ഒരു BJP ചായ്വിലേക്ക്. BJP ചായ്വ് എന്ന് പറയാൻ പറ്റില്ല. ഓറഞ്ച് ഒരു ഡ്രസ് ഇട്ടത് കൊണ്ട് BJP ആവണം എന്നില്ല. ദിസ് ഇസ് സാഫ്രൺ. എന്റെ ഗുരു എന്ന് പറയുന്ന ചെങ്കോട്ടുകുണ സ്വാമി എന്ന് പറയും, അദ്ദേഹത്തിന്റെ വേഷം കാവ്യയാണ്. പക്ഷെ ഇന്നലെ ഞാൻ ഇട്ടിരുന്നത് വൈറ്റ് ആണ്, അതിനുമുമ്പ് രാവിലെ ഇട്ടിരുന്ന പച്ചയാണ്. അപ്പൊ എന്നെ മുസ്ലിം ലീഗ് എന്ന് പറയാൻ പറ്റുമോ? വെള്ളം ഇട്ടുകൊണ്ട് ബന്ധക്കോസ്റ്റ് എന്ന് പറയാം. ഇതൊന്നും നോക്കൂല. ഓരോ നിറങ്ങൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നു, ഞാൻ അത് അണിയുന്നു, അത്ര. ആൾക്കാർ ഈ രാഷ്ട്രീയത്തിന്റെ ഒരു ചായ്വ്, രാഷ്ട്രീയത്തിന്റെ ചായ്വ് അല്ല അത്. ഇതൊരു കന്നഡ പടത്തിന് വേണ്ടി വെച്ചതാണ് ബിഫോർ കൊറോണ. അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് പകുതിയിൽ നിന്നുപോയി. അപ്പൊ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. എല്ലാരും പറയും സ്യൂട്ട്സ് യു എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ അങ്ങനെ എടുത്തു. ഇതുപോലെ ഒരു ജുബ്ബ ഞാൻ തയ്ച്ചപ്പോഴത്തേക്ക് ഇട്ടപ്പോഴും പറഞ്ഞു ദിസ് സ്യൂട്ട്സ് യു എന്ന് പറഞ്ഞു. കാര്യം ഇതേ പാറ്റേൺ വെളിയിലില്ല. എന്താണ് പറയുന്നത്? ഇതുപോലെ വളവും ഒരു സിംഗിൾ പ്ലീറ്റും ഒക്കെ ആയിട്ടൊരു പാറ്റേൺ ഇല്ല. അത് എനിക്കൊരു കോസ്റ്റ്യൂമർ ഡിസൈൻ ചെയ്ത് തന്നാണ് പണ്ട്. അപ്പൊ അത് ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ രാഷ്ട്രീയത്തിന്റെ ഒരു ചായ്വ് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്നലെ ചോദിച്ച പോലെ ആരൊക്കെ ചോദിച്ചു വോട്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സാഹചര്യം ഉണ്ടായില്ല, ചെയ്തില്ല, അത്രേ ഉള്ളൂ. ഏതാ ഈ ഒരു മോഡൽ മൊത്തം ഇതന്നെയാണ് ഇടാറ്. എല്ലാം ഇതാണ്. പിന്നെ ചിലപ്പോ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഒരു ഷർട്ട് ചിലപ്പോൾ ഇടും, പെട്ടെന്ന് ഊരാൻ വേണ്ടിയിട്ട്. അല്ലാതെ ബാക്കി മുഴുവൻ എന്റെ വേഷം ഇതാണ്. ഇന്ത്യയിൽ എവിടെ പോയാലും ഇത് തന്നെയാണ് എന്റെ വേഷം. അത് ആർക്കും വേണ്ടി ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ്. അത് എന്നെ അഹങ്കാരി എന്ന് പറഞ്ഞാലും എനിക്ക് വിരോധമൊന്നുമില്ല. പലരും പറയാറുണ്ട്, കാരണം ഇയാളിങ്ങനെ ഞെളിഞ്ഞിട്ടാ നടക്കണേ. പരിചയം ഉണ്ടെങ്കിൽ ചിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെ പോയില്ലേ. അതേപോലെ തന്നെ ചേട്ടന്റെ കയ്യില് ഈ സംഭവങ്ങളൊക്കെ. എനിക്ക് ആഭരണങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അതിൻ്റെതായിട്ടുള്ള ഇത് വരും സ്വാഭാവികം. ഇതാണ് മറ്റേ ക്രിസ്ത്യൻസ്. ഈ നക്ഷത്രമൊക്കെ നോക്കിയിട്ട് ചെയ്യണ സംഭവം. അത്യാവശ്യം ജ്യോത്സ്യമൊക്കെ അറിയാവുന്ന ആള് തന്നെയാണ്. ന്യൂമറോളജിയും ജ്യോത്സ്യം എല്ലാം എനിക്കറിയാം അത്യാവശ്യം. ഈ പടം ഇറങ്ങിയപ്പോ ചേട്ടനും കൂടി ഒന്നും കൂടി നല്ലൊരു വേഷമാണ്. ഒരു ഡിഫറന്റ് മേക്കപ്പിൽ വന്ന ഒരു സാധനം. ഞാൻ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം മറ്റേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബലം കൊടുത്തു. ഇതിൽ അങ്ങനെ ഒരു എണ്ണം ഇല്ല. ബോഡി ലാംഗ്വേജും എല്ലാം മാറിയിട്ടല്ലേ ചെയ്തേക്കണം. ഇപ്പോഴത്തെ സാധനം ഇല്ല. വയറുചാടിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താന്നൊക്കെ പറഞ്ഞ് ചെയ്തൊരു സാധനം. ഇതിന് വേഷമായിട്ട് ചെയ്യാം. പ്രതീക്ഷിക്കാം. ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കുന്നവരെ മേക്കപ്പ് ഇടന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഞാനും ആഗ്രഹിക്കും. അത് ഭഗവാൻ പറയാൻ എന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തും ഡയറക്ടറുടെ അടുത്തും ഒക്കെ. ഈ ആദ്യ ഭാഗം ഉണ്ടല്ലോ, ആദ്യ ഭാഗം ഇറങ്ങിയിട്ട് വിജയിക്കാതെ പോയിട്ടേ വിജയിച്ചു. പക്ഷെ തിയേറ്ററിൽ അത്രയും അല്ല, പല പടങ്ങൾ അങ്ങനെയാണ്. പണ്ട് ബാലേന്ദ്ര മേനോന്റെ ഒരു പടം ഇറങ്ങിയിരുന്നു, ഇസബെല്ല എന്ന് പറഞ്ഞു. ഇസബെല്ല തിയേറ്ററിൽ ഓടിയില്ല. പിന്നെ എല്ലാവരും മറ്റേ ഓൺലൈൻ വരുമ്പോ കാണാൻ തുടങ്ങി. അന്ന് TV-യിലാണ്. അതുപോലെ ദശരഥ മോഹൻലാലിന്റെ ഇങ്ങനെ ഓടാത്ത ഒരുപാട് പടങ്ങളുണ്ട്. പിൽക്കാലത്ത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതൊക്കെ പോകുന്നത്. നമ്മള് ദേവദൂതൻ അന്ന് ഇറങ്ങിയിട്ട് അത്രയും ഇല്ല പോയില്ല. ഞാനിപ്പോ വരുമ്പോ പാട്ട് കേട്ടിട്ടാണ് വരുന്നത്. അത്രയും ഫീലുള്ളൊരു പാട്ടും ചില സീൻസും വേറെ ഇല്ല. ചേട്ടനിപ്പോ കുറെ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് പടത്തിലേക്ക് വന്നതെന്ന് പറയും. അപ്പം ചേട്ടൻ ഇവിടെ ഉണ്ടോ അതോ ചെന്നൈയില? ഞാൻ ഇവിടെ ഉണ്ട്, ചെന്നൈയിലായിരുന്നു. കുറച്ച് തമിഴ് പടം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം വരാനുള്ളത് മെന്റൽ മനതിൽ എന്ന് പറഞ്ഞ സെൽവരാഘവന്റെ ഒരു പടമാണ്. അദ്ദേഹത്തിന്റെ പടം ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ കുറെ മലയാള പടം പോയി. പിന്നെ ഈ ചില വേഷങ്ങൾ വരുമ്പോ പഴയ പോലെ ടൈറ്റ് ആവുന്ന ഒരു സാധനം വരുന്നതിൽ വിഷമം തോന്നിയപ്പോഴത്തേക്ക് അതേപോലത്തെ വരുമ്പോ വേണ്ടെന്നൊരു തോന്നലോ. പൈസ തരുന്നില്ലേ എന്ന് ചോദിക്കും. അല്ലേ, പൈസ മാത്രം മതി ഒരു സംതൃപ്തിക്ക്. ഇത്രയും കൊല്ലം നിന്നില്ലേ, 44 വർഷം.